നീ നേരെ നീ ഫ്ലെക്സ് അടിക്കാനുള്ളത് ഇങ്ങോട്ട് മോളെല്ലാത്തിനും A+ മേടിക്കണമെന്ന് അച്ഛൻ പറയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. ജയിക്കോ? ജയിച്ചാ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരൂ? എന്റെ കുഞ്ഞിന് എന്താ വേണ്ട, ഈ അച്ഛൻ മേടിച്ചു തരും. ഞാൻ പറയുന്നത് എന്തും മേടിച്ചു തരൂ. അല്ല, ഒരുപാട് പൈസ ആണെങ്കിൽ ഒരുപാട് പൈസ ഒന്നുമില്ല, എനിക്കൊരു ഫോൺ മേടിച്ചു തന്നാൽ മതി. ഒപ്പോ ആ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. EMI എടുക്കണം. അതല്ല അച്ഛാ, ഞാൻ ഫോണിന്റെ മോഡലാ പറഞ്ഞത്. ഓപ്പോ F33. ഇതാകുമ്പോ 50 മെഗാപിക്സൽ ക്യാമറ ഉള്ളതുകൊണ്ട്. സോറി അച്ഛാ, ഇത് കണ്ട ക്യാമറയുടെ അകത്ത് ലെൻസ് അല്ലേ? ഇതിൽ നമ്മൾ വൈഡ് ഇട്ട് കഴിഞ്ഞാൽ 0.6 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫി ഒക്കെ എടുക്കാം. ഓ, എന്തൊരു കുടുംബ സ്നേഹം. നീ എന്നാലും ഞങ്ങൾ കൂടി ഫോട്ടോ എടുത്തേക്കണം. നിനക്ക് ഈ ആസ്പെറ്റോസ് ഫോട്ടോ എടുക്കാനല്ലേ ഇഷ്ടം? അച്ഛൻ എസ്തെറ്റിക്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓ, നമുക്ക് അത്ര വിദ്യാഭ്യാസം ഉള്ളേ. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഇതുണ്ടെങ്കിലുണ്ടല്ലോ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്, എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഇന്ന് പഠിക്കാം. ഇപ്പൊ ഒരുപാട് മറിച്ച്. അച്ഛാ, ഇതിന്റെ MH എത്രയാണെന്നറിയോ? സോറി, MAH. 7000 mAh ബാറ്ററി ഉണ്ട്. പരസ്യമാണെന്ന് പറയൂലട്ടാ. അപ്പൊ നിനക്ക് എന്റെ ഫോൺ വേണം? വാങ്ങിച്ചു തരാം. താങ്ക്സ്. ഒരുമിച്ച് റിസൾട്ട് നോക്കാന്ന് വെച്ചു. അതാണല്ലോ എൻ്റെ ഒരു ഹാപ്പിനെസ്. അച്ഛൻ വല്ലതും വന്നാലേ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒരു ലെറ്റർ വെച്ചായിരുന്നു, വായിച്ചോ? ലവ് ലെറ്ററാ? അയ്യേ, നീ എന്തൊരു ക്രിഞ്ചുണ്ണിയാടാ. നമ്മൾ ഓൾറെഡി റിലേഷൻഷിപ്പിലല്ലേ, ഇനി എന്തിനാണ് നീ ഈ ലെറ്റർ ഒക്കെ എഴുതുന്നത്? അല്ല തന്നെ മനുഷ്യനോട് ടെക്സ്റ്റ് ബുക്ക് ഒന്നും തുറക്കാറില്ല. പിന്നെ നോക്കിയാൽ ഞാൻ തന്നെ എക്സാം ചെയ്തു. അയ്യോ പാപ്പ, ഒരുമിച്ച് നോക്കാന്ന് വെച്ചു. ഇനിയല്ലേ ഒരുമിച്ചല്ലേ? എന്താണ്? ഒന്നല്ലേ പപ്പ, റിസൾട്ട് നോക്ക്. എന്റെ ആദ്യം നോക്കാം. എന്റെ നോക്കുന്നതും ജിനിയുടെ നോക്കുന്നതും ഒരുപോലെ അല്ലേ? നീ എന്തിനാണ് എനിക്ക് അറിയണ? ഞാൻ പൊട്ടി 3 എണ്ണത്തിന്. നീ പൊട്ടിയാ? ഞാൻ ജയിച്ചപ്പാ. നീ ജയിച്ചാ? നീ എല്ലാം എന്റെ നോക്കിയല്ലേ എഴുതിയത്? യു ബ്ലഡി ചീറ്റ്. നീ പാസ്സായല്ലേ? എനിക്ക് നിന്നോട് ഇനി ഒന്നുമില്ല. ബ്രേക്കപ്പാ? ആയി ശരി. അപ്പൊ അങ്ങനെ ഒരു സാധനം നടക്കാണ്ടായിരുന്നല്ലേ? ഇനി അവൻ പൊട്ടിയ 3 വിഷയം ഞാൻ പറയട്ടെ. ഒന്ന് ഫിസിക്സ്. കാരണം എന്താ അറിയാമോ? ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാന്ന് എഴുതി തന്നതേ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കാ. അപ്പൊ അതെന്തായാലും പൊട്ടി. പിന്നെ അവൻ എഴുതിയ ലെറ്റർ ഞാൻ വായിച്ചു. ഓ, എന്റെ പോലും എന്തൊരു അക്ഷര തെറ്റാണത്. അതുപോലെ തന്നെ ആയിരിക്കും മലയാളം എഴുതിയേക്കണ. അപ്പൊ അതെന്തായാലും പൊട്ടും. എടി, ഒരു പ്രോബ്ലം വന്നപ്പോ ഈഗോ അടിച്ചവനാ ജീവിതകാലം മുഴുവൻ ചുമക്കണം. വേണ്ട, എന്നാ അച്ഛൻ പോയിട്ട് ഫ്ലെക്സ് അടിച്ചിട്ട് വരട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവന്റെ കോപ്പി അടിച്ച നീ എങ്ങനെ ജയിച്ചത്? അതൊരു ബാക്കിന് വേണ്ടിട്ടേ ഞാൻ കുറച്ച് ബിറ്റ് വെച്ചേ. ആ ബെസ്റ്റ്. എന്റെ മോള് ഒരുപാട് വളർന്നു. എന്നാ അച്ഛൻ പോയി ഫ്ലെക്സ് അടിച്ചിട്ട് വരട്ടെ. ഫോൺ വാങ്ങിച്ചിട്ട് വരാം.